ഹലോ, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ ആകുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളിന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോവാം. ലാസ്റ്റ് ചെക്കപ്പാണ്. പക്ഷേ ഇന്ന് മിക്കവാറും ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിതാ ഫുൾ പാക്കായിട്ട് പോവുകയാണ്. ഓൾറെഡി ഇതൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇത്രയും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി താഴെ കൊണ്ട് വെച്ചല്ലേ, 2 പെട്ടി വെച്ചു. വീഡിയോ ഇട്ടിറങ്ങുന്ന പോലെയാണ് ഫുൾ പാക്ഡായിട്ട് പോകുന്നത്. അറിയത്തില്ല ഇന്ന് അവരെ അഡ്മിറ്റ് ചെയ്യുമോയെന്ന് നോക്കാം. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് പോയി നോക്കാം. ആണല്ലേ, ഇന്ന് അഡ്മിറ്റ് ചെയ്താൽ ഇനി വാവയുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അല്ലെങ്കിൽ പോയ പോലെ വാവയുമായിട്ട് തിരിച്ചു വരും. എന്തായാലും ചെക്കപ്പാണ്. ഞാൻ ദേ റെക്കോർഡ്സും കാര്യങ്ങളും ബാഗും ഫുൾ പാക്ഡായിട്ടാണ് പോയേക്കുന്നത്. വാവയും സെറ്റാണ്. അച്ഛനും റെഡിയല്ലേ? ബേബീനെ വെൽക്കം ചെയ്യാം. യെസ്, അപ്പോൾ നമുക്ക് ഇറങ്ങാം. അമ്മ അവിടെ നോക്കിയിട്ടുണ്ട്. ടാറ്റാ. പോകാലോ പോകാലോ. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഒരു 11:30 ഇറങ്ങാൻ പ്ലാൻ ചെയ്തവരാ. ഒരു പടിയായപ്പോൾ ഇറങ്ങണം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. നമ്മൾ എറണാകുളത്താണ് കാണിക്കുന്നത്, എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ നിന്ന്. നമ്മൾ ആദ്യം വേറെ എവിടെ കാണിച്ചുകൊണ്ടിരുന്നത്, ലാസ്റ്റ് മെഡിക്കൽ സെൻ്ററിലേക്ക് മാറിയായിരുന്നു. അപ്പോൾ എത്തി. ഇനിയിപ്പോൾ നമുക്ക് പാർക്കിംഗ് ചെയ്തിട്ട് കയറാമല്ലേ? ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോയി പാർക്ക് ചെയ്യണം. വേണ്ട, നമുക്ക് ഒരുമിച്ച് വരാം. അയാൾ എടുക്കും. കാവടിയാടി പോയതാ. കാവടിയാടി പോണുണ്ട്. എന്താവുക? എടുക്കുന്നില്ലേ? അപ്പൊ സെക്കൻഡ് ഫ്ലോറിലേക്ക് എന്നാ മതി. ഞാൻ ഈ ഫോൺ ചെയ്യുന്നതും അന്വേഷിച്ച് പോകുന്നതും സൗമ്യക്കാനാണ്. സൗമ്യക്ക ഞങ്ങളുടെ ചേച്ചിയാണ്. ചേച്ചി ഇവിടുത്തെ നേഴ്സാണ്. ഇതാണ് ആള്. മെഷീൻ ഓപ്പറേറ്റ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഡോക്ടറെ കയറി കണ്ടു. അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു, വാവയുടെ വെയിറ്റ് ഒക്കെ നോക്കാനായിട്ട്. നോക്കിയിട്ട് വേണം ഇന്ന് അഡ്മിറ്റ് ആവണോ വേണ്ടിയോ എന്നൊക്കെ ഇങ്ങനെ അറിയാനായിട്ട്. അങ്ങനെ നമ്മൾ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആവുകയാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാനൊന്നും വയ്യ, തനി അങ്ങ് പ്രസവിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിടുന്നത് കേട്ടോ. എന്താവുമെന്നറിയാതെ കാവടിയാടി പോയ ആളാണ് ഇതായി കിടക്കുന്നത്. കത്തീറ്റർ ഇട്ടതിൻ്റെ ആ ഒരു പെയിനും ക്ഷീണത്തിലൊക്കെ കിടക്കുകയാണ് കേട്ടോ. അപ്പോഴേ എൻ്റെ കിളി പറന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് എത്തി. എൻ്റെ അടുത്ത് നിൽക്കുന്നത് അഞ്ജു ചേച്ചിയാണ്, അതായത് ഷർട്ടൻ്റെ സ്വന്തം പെങ്ങളാണ്. ചേച്ചി ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ അമ്മേനെ അഞ്ജു ചേച്ചിയുടെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഇത് സൗമ്യക്ക, അതായത് ഞങ്ങളുടെ വല്ലിച്ചൻ്റെ ഡോക്ടർ ഇൻ ലോ ആണ്. സൗമ്യക്ക ഇവിടുത്തെ നേഴ്സാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സൗമ്യക്ക എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ത്രൂ ഔട്ട് ഈ ഒരു ഡെലിവറി ടൈമിൽ. വീട്ടിലൊന്നും പോയില്ല കേട്ടോ, അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്നു. ഇനിയിപ്പോൾ ഞാൻ ലേബർ റൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മ മുടിയൊക്കെ കെട്ടിത്തരാണ് കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോഴേ അമ്മ ഇതുപോലെ മുടി എടുത്തത് 2 കൊല്ലം മുമ്പല്ലേ? അതെ, ബാലവിവാഹം. തിരികെ വരെ ഇങ്ങനെ ഞാൻ റെഡിയായിരിക്കുന്നു സ്കൂളിൽ പോകാൻ. അപ്പോൾ ഡെലിവറി റൂമിലേക്ക് പോകണം. ഡെലിവറി റൂമല്ല, ലേബർ റൂം. ടാറ്റാ. ആൺകുട്ടിയാണ്.
എത്രയും പറയാമോ? എത്രയും വേണം റേറ്റ്? അങ്ങനെ അച്ഛൻ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നെയും ഭാവേനെയും അന്ന് റൂമിലേക്ക് മാറ്റിയില്ല കേട്ടോ. ഞങ്ങൾ പിറ്റേ ദിവസമാണ് വന്നത്. വെളുപ്പിനെ 6 മണിയപ്പോൾ എന്നെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതാ അമ്മ പോയി വാവേനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫുൾ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വാവേനെ എന്നെയും കാണാനായിട്ട്. അച്ഛനും പുന്നും പിന്നെ നമ്മുടെ അവിടുത്തെ ഫാമിലിയിലെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഡേ 3 ആയി. ഞാൻ രാവിലെ കുളിച്ച് വാവിക്ക് പാലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ലിസ്മ മാഡം വന്നു. നമ്മളിന്ന് ഡേ 3 ആണ്. നമുക്കിന്ന് വയറിറച്ച് കഞ്ഞി കുടിക്കാം, ഇടിയപ്പം കഴിക്കാം, കുളിക്കാം, പിന്നെ കൂടുതൽ സമയം ഇങ്ങനെ വയറൊക്കെ ഒന്ന് കെട്ടിവെച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കണം. ഓക്കെ. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഡേ 3 ആയിട്ട് വേദന എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുവായിരുന്നു. പക്ഷെ എത്ര പ്രശ്നമൊന്നുമില്ല. അത്ര സിസേറിന് പ്രതീക്ഷിച്ച് അത്രയും കുഴപ്പങ്ങളൊന്നും കണ്ടില്ലല്ലേ? അത് കുഞ്ഞും പുക്കൾ കൂടി ചുറ്റി കിടക്കുമായിരുന്നു. പിന്നെ ബിഗ് ബേബിയാണ്. 3.6ഓളം വെയിറ്റ് ഉണ്ട്. മനസ്സിലായോ? അതാണ് നമ്മൾ സിസേർ എമർജൻസി ആയിട്ട് ചെയ്തത്. പിന്നെ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഡേ 4 ഓർ ഡേ 5 ഞാൻ ഡിസ്ചാർജ് ചെയ്യും. കുഞ്ഞിൻ്റെ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കുഞ്ഞിൻ്റെ കാര്യം പറയുന്ന പീഡിയാട്രീഷ്യനാണ്. ഫീഡിങ്ങും അല്ല, പ്രോപ്പർ വേ ഫീഡ് ചെയ്താൽ ഒരു പ്രോബ്ലം ഇല്ലാതെ പോകും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡേ 3 കഴിഞ്ഞു. ഡേ 4 ആയി. ഡേ 4 രാവിലെ ലിസമ്മ മാഡം വന്നിട്ട് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഫുൾ ഡേ ആയിട്ട് എല്ലാ ദിവസവും എടുക്കാൻ നിന്നില്ല. നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വ്ലോഗായിട്ടാണ് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ 5:30, 4:30, 1:30, 2:30 അങ്ങനെ ഓരോ സമയങ്ങൾ കാണാൻ തുടങ്ങി കേട്ടോ. ശരത്തേൻ്റെ ഇവിടെ കിടന്നിറങ്ങുന്നുണ്ട്. വാവക്കുട്ടൻ്റെ അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. രണ്ടുപേരെയും ഇങ്ങനെ ഒരുമിച്ച് അടുത്തടുത്ത് കിടന്നുറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിന്. അമ്മ എല്ലാ ദിവസവും രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ടാവും. വാവയെ ഉണരാണെന്നുണ്ടെങ്കിൽ എടുക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ. ഇന്ന് വാവയ്ക്ക് ലാസ്റ്റ് ബ്ലഡ് ടെസ്റ്റാണ്. ചിലപ്പോൾ നമ്മൾ നാളെ ഡിസ്ചാർജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ബ്ലഡ് ടെസ്റ്റിനായിട്ട് അച്ഛനും വാവയും കൂടെ പോവാണ് കേട്ടോ. ഇന്ന് നമ്മൾ 4th ഡേ ആണ്. ഇപ്പം എൻ്റെ ഫേസൊക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ടല്ലേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഉറക്കത്തിന്നൊക്കെ എണീറ്റ് വന്നിരിക്കുകയാണ്. പക്ഷെ ഒരു ചേഞ്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരും എന്നെ സമാധാനിപ്പിക്കാനാണോ പറയുന്നുണ്ട്. ചേഞ്ചൊക്കെ വരുന്നുണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വാവയുടെ ലാസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ഉണ്ട്. അതിന് കൊണ്ടുപോയേക്കാണ്. അതും കൂടി നമ്മൾ പാസ്സായാൽ നമ്മളിന്ന് വീട്ടിൽ പോകും ഗൈസ്. ഞാനും ഓൾമോസ്റ്റ് ഒക്കെ ഓക്കെ ആയി. പുതിയ ഉത്തരവാദിത്തങ്ങളുമായി ഞാൻ വീട്ടിലേക്ക്. അല്ലേ അമ്മ? അതെ. ന്യൂ മമ്മി ഓൺ ടൗൺ.